കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടി എന്നറിയുമോ? അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ. എങ്ങനെ പരീക്ഷിക്കുമെന്നറിയുമോ? അതും അല്ലാഹു തന്നെ പറഞ്ഞു തരികയാ. ഒരു ഇഷ്ടപ്പെട്ട അടിമയെ, അല്ലാഹു സ്നേഹിക്കുന്ന അടിമയെ അല്ലാഹു എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്ന് ഖുർആൻ പറഞ്ഞു തരികയാണ്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരി സ്വാബിരീൻ. അല്ലാഹു തന്നെ പറഞ്ഞു തരികയാ, ഞാൻ എന്റെ അടിമകളെ പരീക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അവന് ഭയം കൊടുത്ത്, അവന് വിശപ്പ് കൊടുത്ത്, അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തി, അവന്റെ കച്ചവടങ്ങൾ മുഴുവനും ഞാൻ തകർത്തിട്ട്, അവന് രോഗങ്ങൾ കൊടുത്തിട്ട്, സ്വന്തം മക്കളുടെ മയ്യത്ത് വാപ്പയെ കൊണ്ട് കബറടക്കിപ്പിച്ചിട്ട് അല്ലാഹു തന്റെ അടിമകളെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ഒരിക്കലും നീ പേടിക്കണ്ട. അല്ലാഹു നിനക്ക് ദുഃഖവും ദുരിതവും വേദനയൊക്കെ തരുന്നത് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമയ്ക്ക് സ്വർഗം നിർബന്ധമാണ്. ആ അടിമയ്ക്ക് സ്വർഗം നിർബന്ധമാ. 40, 50, 60 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു. പക്ഷേ സ്വർഗത്തിൽ പോകാനുള്ള ഒരു നല്ല കാര്യവുമില്ല. സ്വർഗം കിട്ടാനുള്ള ഒരു നല്ല കാര്യവും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല. അവസാനം സ്വർഗം കൊടുക്കാൻ അല്ലാഹു എന്ത് ചെയ്യുമെന്നറിയോ? രോഗവുമായി നടക്കുന്നവര്, ജീവിതത്തിൽ ദുഃഖവുമായി നടക്കുന്നവര്, നിനക്ക് സ്വർഗം നിർബന്ധമാണ്. പക്ഷേ സ്വർഗത്തിൽ പോകാൻ നീ ഒരു നല്ല കാര്യവും ചെയ്തിട്ടില്ല. അവസാനം നിനക്ക് സ്വർഗം തരാൻ അല്ലാഹു ചെയ്യുന്ന പണി എന്തെന്നറിയുവോ? നിനക്ക് രോഗങ്ങളും വേദനകളും തന്നിട്ട് അതിനു പകരം അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹു നിനക്ക് ഈ വേദന തന്നിരിക്കുന്നത് വെറുതെയല്ല, സ്വർഗം തരാനാ, സ്വർഗം തരാനാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇന്ന അശദ്ദന്നാസി ബലാ അൽ അംബിയാ. അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത്, ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കാ. പ്രവാചകന്മാരെയായിരുന്നു അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബിയെ അല്ലാഹു പരീക്ഷിച്ചത് എന്റെ പ്രിയമുള്ളവരെ സ്നേഹം കൂടിയത് കൊണ്ടാണ്. എന്തിനു വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂലിനെ പരീക്ഷിച്ചതെന്നറിയുമോ? നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയാ, നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഖുർആൻ പറയുകയാണ്, എങ്ങനെയാ പരീക്ഷിക്കുന്നതെന്നറിയുവോ? അല്ലാഹു എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാണ്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു ഭയം നൽകിയിട്ട് പരീക്ഷിക്കുകയാണ്. അല്ലാഹു തന്റെ അടിമകളെ ഭയം കൊടുത്തിട്ട് പരീക്ഷിക്കുകയാ. ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയായിരുന്നു? മഹാനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് 40ാമത്തെ വയസ്സ് മുതൽ കൂട്ടി നോക്ക്, 13 വർഷക്കാലമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു രാത്രി പോലും സമാധാനമായി ഉറങ്ങിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. 13 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകന് അല്ലാഹുവേ മക്കക്കാരെ പേടിച്ചാ ജീവിച്ചത്. കാരണം തന്റെ കണ്ണിന്റെ മുന്നിലിട്ടുകൊണ്ട് മുസ്ലിമായതിന്റെ പേരിൽ തന്റെ അനുജനന്മാരെ മുഴുവനും തല്ലിച്ചതയ്ക്കുന്നത് പ്രവാചകന് കണ്ടുകൊണ്ടിരിക്കുകയാ. മഹാനായ സയ്യിദുനാ ബിലാൽ
ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് തോൾ നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് മഹാനായ ബിലാൽ തങ്ങളെ തല്ലിച്ചതയ്ക്കുകയാണ്. ബിലാൽ തങ്ങൾ വിളിക്കുന്നു, നബിയേ എന്നെ ഒന്ന് രക്ഷിക്കു നബിയേ, എന്നെ ഒന്ന് സഹായിക്കു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിട്ട് അനുചരന്മാരെ തല്ലിച്ചതയ്ക്കുകയാണ്. അമ്മാറിന്റെ ചരിത്രം അറിയുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സഹാബി അറബി റളിയല്ലാഹു തആല അൻഹു ഒരു ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരനായ സഹാബി ഓടി വരികയാണ്. എന്നിട്ട് തന്റെ കമീസ് പൊക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് കാണിക്കുന്നു, നബിയേ പഴതാ കമ്പി പഠിപ്പിച്ചിട്ട് ശരീരത്തിൽ കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി കമ്പി കൊണ്ട് കുത്തിയെടുത്തിട്ട് എല്ലു വെളിയിൽ കാണിച്ച് റബ്ബേ കരിഞ്ഞ ശരീരവുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന രാത്രിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് കിടക്കുമ്പോ പ്രവാചകന്റെ വീട് മുഴുവനും ശത്രുക്കൾ വളർന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ കടന്ന സ്ഥലത്ത് കടത്തിയിട്ട് റസൂല് കടന്ന സ്ഥലത്ത് അലിയാര് ഞങ്ങളെ പിടിച്ചു കിടത്തിയിട്ട് സൂറത്ത് യാസീനിലെ ആയത്തോതിയിട്ട് ഒരു പിടി മണ്ണും വാരി വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു പോകുന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, നബിയേ അങ്ങ് നടക്കല്ലേ നബിയേ, അങ്ങ് നടക്കല്ലേ നബിയേ, അങ്ങ് മരുഭൂമിയിലൂടെ നടന്നാൽ അങ്ങയുടെ കാലിന്റെ അടയാളം നോക്കിയിട്ട് ശത്രുക്കൾ വരും നബിയേ, എന്റെ തോളിൽ കേറി നബിയേ, എന്റെ തോളിൽ കേറി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ തോളിലെടുത്ത് വെച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരു കാൽ ഇങ്ങോട്ട് വെക്കും, മറുകാല് തിരിച്ചു വെക്കും. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനെ തോളിൽ വെച്ചിട്ട് കുറച്ച് മുന്നോട്ട് നടക്കുകയാണ്. രണ്ടു കാലും വിപരീതമാ വെച്ചത്, അടയാളം പിൻപറ്റി വരാതിരിക്കാ. കുറച്ച് മുന്നോട്ട് നടന്നിട്ട് പ്രവാചകനെ തോളിൽ വെച്ച് പുറകോട്ട് നടക്കുകയാണ്. ഇതുപോലെ നടന്ന് അവസാനം സൗർ ഗുഹയ്ക്കകത്ത് പോയിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, 3 ദിവസത്തോളം അതിനകത്ത് കയറി വിളിച്ചെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ ചിന്തിക്ക്, അല്ലാഹു തന്റെ അടിമയെ ഇഷ്ടപ്പെടുന്ന അടിമയ്ക്ക് പേടി കൊടുത്തിട്ട് പരീക്ഷിക്കുകയാ. അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവരെ ആര് രാജ്യം ഭരിക്കട്ടെ, ശത്രുക്കൾ മുഴുവനും ഒത്തൊരുമിച്ച് വരട്ടെ, ആരൊക്കെ നമുക്കെതിരെ വന്നാലും നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്, നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? നമ്മളൊക്കെ യഥാർത്ഥ മുസ്ലിമല്ലേ, അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരല്ലേ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരല്ലേ. എന്റെ പ്രിയമുള്ളവരെ, ആരൊക്കെ എന്ത് ചെയ്താൽ നമുക്കൊരു മരണത്തിന് വേണ്ടിയല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ മയ്യത്ത് കാണാൻ വരുന്നവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് റബ്ബിന്റെ സ്വർഗം കണ്ടിട്ട് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവരെ, നമ്മൾ ആരെയും ഭയപ്പെടണ്ട, അല്ലാഹുവല്ലാതെ ലോകത്തൊരാളെയും നീ പേടിക്കണ്ട. കാരണം ഒരു മുസ്ലിമിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന മണ്ണുണ്ടല്ലോ, 5 നേരം നിസ്കരിക്കുന്ന ഒരു പാവപ്പെട്ട മുസ്ലിം ഉണ്ടല്ലോ, അവന്റെ കാൽച്ചുവട്ടിലെ ഒരു പിടി മണ്ണിന് ആറ്റം ബോംബിനെക്കാൾ പവറുള്ളതാക്കാ കഴിവുള്ള അള്ളയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. നമ്മൾ ആരെയും ഭയപ്പെടണ്ട. എന്റെ പ്രിയമുള്ളവരെ, ദജ്ജാലിനെ കാത്തിരിക്കുന്നവരാ നമ്മള്, ദജ്ജാലിനെ കാത്തിരിക്കുന്നവരാ നമ്മള്. പിന്നെ ആരെയാ നമ്മൾ പേടിക്കേണ്ടത്? നമ്മൾ ഈ നാട്ടിലെ വഴിയാത്രക്കാരല്ലേ. എന്റെ പ്രിയമുള്ളവരെ, കോഴിക്കോട് പോകുന്നതിന് വേണ്ടി കോരങ്ങാട് ജംഗ്ഷനിൽ ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരാ നമ്മള്. എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിച്ച് ഇക്കാമത്തും കൊടുത്തിട്ട് നിസ്കാരവും കാത്ത് പള്ളിക്കകത്ത് ഇമാം കയറി നിൽക്കുന്നതും കാത്തു നിൽക്കുന്നവരാ നമ്മള്. നമ്മുടെ ബാങ്ക് നമ്മുടെ ചെവിയിൽ കൊടുത്തല്ലോ, ബാങ്ക് കൊടുത്തു കഴിഞ്ഞു, ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, ഇനി ഇമാം കയറി നിന്ന് നിസ്കരിച്ചാ മതി. ആ നിസ്കാരവും കാത്തിരിക്കുന്ന ഞാനും നിങ്ങളും പേടി